പ്രിയമുള്ളവരെ, മനസ്സിലെ മഴവില്ല് എന്ന എൻ്റെ കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥയാണ് ഇക്കുറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നത്. ഇരട്ടയിലെ ഒറ്റ. എനിക്ക് വേണ്ടി അത് ചെയ്തൂടെ വിനു, പ്ലീസ്? യാചനാഭാവത്തിൽ മീര ചോദിച്ചു. മീര, എൻ്റെ ഭാവി വധു. അക്ഷമയോടെ വിരലുകൾ കൊണ്ട് അവൾ മേശപ്പുറത്ത് താളമടിച്ചു. താളം തെറ്റിച്ച താളം പിടുത്തം. ഇളം പച്ച ചുരിദാറാണ് മീരയുടെ വേഷം. ചുണ്ടിലെ ലിപ്സ്റ്റിക്കിന്റെ നിറം ഈയിടെ മാറ്റിയിരിക്കുന്നു. മുടിയിഴകളുടെ നീളവും വളരെ കുറച്ചിരിക്കുന്നു. മുൻപ് അവളുടെ സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ വാചകങ്ങളിലൂടെ ചൊടിക്കുമായിരുന്നു. അതൊക്കെ കല്യാണം കഴിഞ്ഞു മതി, അതുവരെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നോട്ടെ. രക്തവർണ്ണത്തിൽ ചായം തേച്ച നഖങ്ങളുള്ള അവളുടെ വിരലുകൾ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരുന്നു, ആ മിഴികൾ പോലെ. അവളുടെ മനോഹരമായ നഖങ്ങളിൽ നോക്കി ഞാൻ പറഞ്ഞു, മീര, ഞാൻ നിന്നെ കൊണ്ടുപോകും വിക്ടറെ കാണിക്കുവാൻ. വിക്ടർ എൻ്റെ നല്ല സുഹൃത്താണ്, അതിനേക്കാൾ ഉപരി ഒരു നല്ല മനഃശാസ്ത്രജ്ഞന്. മീരയുടെ മാനസിക നില സാധാരണ പോലെയാണെന്ന് എനിക്കും മീരയ്ക്കും അറിയാം. എന്നാലും ഒരു താൽക്കാലിക രക്ഷയ്ക്ക് അത് അനിവാര്യമാണ്. എനിക്ക് അവളോടുള്ള സ്നേഹം അത്രയ്ക്ക് വലുതാണ്. അസ്വസ്ഥതയോടെ മീര പറഞ്ഞു, എനിക്ക് വയ്യ വിനു, മടുത്തു. ഇനി ഇതൊക്കെ സഹിക്കാനാവില്ല. 2 ദിവസത്തിനകം അവളെ ആശുപത്രിയിൽ നിന്ന് വീണ്ടും വിടുതൽ ചെയ്യും. അതിനു മുമ്പ് ഒരു ചെറിയ ഓവർഡോസ് മതി. വിനുവിനതാവില്ലെങ്കിൽ ഞാനത് ചെയ്തോളാം. ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മതി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനസ്സനുവദിക്കാത്ത എന്നോട്, അവൾ സ്നേഹിക്കുന്ന നീതിയും ന്യായവും സത്യസന്ധതയും സമന്വയിച്ച ഒരു ഗവൺമെന്റ് ഡോക്ടറോട് ഇവൾ, എൻ്റെ പ്രാണപ്രേയസി, കഴിഞ്ഞ 2 മണിക്കൂറായി പറയുന്നത് ഞാനൊരു കൊലപാതകം നടത്തണമെന്നാണ്. മഞ്ഞുപോലെ മൃദുല ഹൃദയമുള്ള മീരയ്ക്ക് ഇതെങ്ങനെ എന്നോട് പറയുവാൻ തന്നെ കഴിയുന്നു? വാർഡിലെ ഡ്യൂട്ടി നഴ്സ് കതകിൽ തട്ടി ശബ്ദമുണ്ടാക്കിയ ശേഷം മെഡിസിൻ ട്രേയുമായി മുറിക്കുള്ളിൽ കയറി. സർ, റൗണ്ട്സിന് പോകാൻ സമയമായി, നഴ്സ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മീര എഴുന്നേറ്റു. വിനു, ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് ഏറെ ദിവസങ്ങളായി. നിനക്കിത് സാധ്യമല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ, അറിയുമോ? ഇറ്റ് ഈസ് ഐദർ ഷീ ഓർ മീ. ഭീഷണി പോലെ പറഞ്ഞ ശേഷം മീര അതിവേഗതയിൽ നടന്നകന്നു. സിസ്റ്റർ, ഇപ്പോൾ ഡോക്ടർ രാജനുമായി പോകൂ. ഞാൻ അല്പം നേരം കഴിഞ്ഞിട്ട് വാർഡ് 6 എത്താം. ഇതിനിടയിൽ നഴ്സിന്റെ മെഡിസിൻ ട്രേയിൽ നിന്നും 2 പാരസെറ്റമോൾ ടാബ്ലറ്റുകൾ കയ്യിലെടുത്തിരുന്നു. നഴ്സ് മുറി വിട്ട് പുറത്തിറങ്ങിയപ്പോൾ വേദന സംഹാരി ഗുളികകൾ വായിലിട്ടു. മീര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. കഴിഞ്ഞ 6 വർഷമായി അവൾ എൻ്റെ മനസ്സിൽ കുടിയേറിയിട്ട്. കഴിഞ്ഞ മാസമായിരുന്നു മോതിരമിടൽ. അടുത്ത മാസം ഞങ്ങളുടെ സ്വയംവരം സഫലമാകും. വിവാഹത്തിന് മുമ്പ് അവളുടെ പിതാവ് ഗൾഫിലെ ബിസിനസ്സുകളൊക്കെ നിർത്തി വിശ്രമ ജീവിതത്തിനായി നാട്ടിലേക്ക് വരികയും ചെയ്യും. ഹൗസ് സർജൻസി കാലത്താണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. സൈക്യാട്രിയിലെ ഡോക്ടർ പണിക്കരോടൊപ്പം ഞാനും വിക്ടർ മാത്യുവും ഒരു ടേം തള്ളി നീക്കുകയായിരുന്നു. വെറും 16 വയസ്സുള്ള മീര +2 പഠിക്കുമ്പോഴാണ് അമ്മയ്ക്കൊപ്പം പണിക്കരെ കാണുവാൻ വന്നത്. ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം പണിക്കർ സാർ ഞങ്ങളെയും മീരയുടെ കേസിൽപ്പെടുത്തി. അദ്ദേഹവും ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഞങ്ങളോട് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു. മീരയ്ക്ക് അസുഖത്തിൻ്റെതായ ബാഹ്യ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും രോഗിയുടെ മനസ്സംതൃപ്തിക്കായി വൈറ്റമിൻ ടോണിക്കുകളും പെയിൻ കില്ലറുകളും ഒക്കെ ചികിത്സയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. അവളുടെ വിഷയം കുറച്ച് സങ്കീർണമാണ്. ഇതേവരെ കേട്ടിട്ടില്ലാത്ത ഒരുതരം പ്രത്യേക മാനസികാവസ്ഥ. ഓർമ്മയുള്ള കാലം മുതൽ ഈ പെൺകുട്ടി വേദനയിൽ പുളഞ്ഞ് അലറി വിളിക്കുമായിരുന്നു, ആരോ കഠിനമായി ഉപദ്രവിക്കുന്നത് പോലെ. 4ാം വയസ്സിൽ ദുബായിലെ ഒരു ഇന്ത്യൻ സ്കൂളിൽ സംഗീതം അഭ്യസിക്കുമ്പോൾ ചൂരൽ കൊണ്ട് തുടയിൽ ആരോ തുടരെ അടിക്കുന്നത് പോലെ തോന്നിയത് അവൾ വ്യക്തമായി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അടി കൊണ്ടു എന്ന് തോന്നിയ ഭാഗങ്ങളിൽ തടിപ്പോ നിറവ്യത്യാസമോ ഒന്നും കാണപ്പെട്ടില്ല. 2 ദിവസം കടുത്ത വേദന, പിന്നീട് പനിയും. ആദ്യ സംഭവത്തിന് ശേഷം പല തവണ പല സമയങ്ങളിൽ
ഇതേ ദുരനുഭവങ്ങൾ ഉണ്ടായി. അതിപ്പോഴും തുടരുന്നു. പണിക്കർ സാറിനെ ആദ്യമായി കണ്ടപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 12ാം വയസ്സിൽ അവൾ രജസ്വലയായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പെൺകുട്ടിക്ക് മറ്റൊരു ഭീകര അനുഭവം കൂടി സംഭവിച്ചു. ഒരാൾ അവളെ ബലാത്സംഗം ചെയ്തതുപോലെ അതിക്രൂരമായി. ഒരു രാത്രി മുഴുവൻ കരഞ്ഞതിന് അവളുടെ മാതാപിതാക്കൾ സാക്ഷിയായിരുന്നു. അന്ന് അവൾ ദുബായിലെ സ്കൂളിൽ 8ാം തരം വിദ്യാർത്ഥിനിയായിരുന്നു. വേദന കൊണ്ടുള്ള അസഹ്യത കൂടിയപ്പോൾ ആ പാവം അമ്മ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ മകൾക്ക് കാവലിരുന്നു. അടുത്ത ദിവസം അവിടുത്തെ വലിയ ഒരു ആശുപത്രിയിൽ കുട്ടിയെ വിശദ പരിശോധനകൾക്ക് കൊണ്ടുപോയി. പരിശോധനകളിൽ ഒന്നും കണ്ടെത്താനാവില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊപ്പം കേരളത്തിലെത്തി തുടർ വിദ്യാഭ്യാസം തുടങ്ങി. ആ പ്രായത്തിൽ മറ്റു കുട്ടികൾക്ക് അറിയാവുന്നതിൻ്റെ 100 ഇരട്ടി ലൈംഗിക വിജ്ഞാനം അവൾക്കറിയാമായിരുന്നു. കൂട്ട ബലാത്സംഗം വരെ ആ പാവം കുട്ടി അനുഭവിച്ചിരുന്നു അത്രേ. വിടർന്ന കണ്ണുകളുള്ള നേർത്തു കൊലുന്നനെയുള്ള കുട്ടിയോട് സ്നേഹവും സഹതാപവും തോന്നിയത് അന്നു മുതലാണ്. പണിക്കർ സാറിൻ്റെ തിരക്ക് വർദ്ധിച്ചതോടെയാണ് പെൺകുട്ടിയുടെ അസാധാരണമായ കേസ് ഞാൻ ഏറ്റെടുത്തത്. അവൾ എന്നെ പതിയെ കൂടുതൽ വിശ്വസിച്ചു തുടങ്ങി. അവൾ പറയുന്ന കാര്യങ്ങൾ സത്യമെന്ന ഭാവത്തിൽ കേട്ടിരിക്കുന്നത് ഞാൻ മാത്രമാണെന്നാണ് അവൾ പറയുന്നത്. ഞാൻ കൂടുതൽ ലൈംഗിക വിജ്ഞാനം നേടിയത് ചീത്ത പുസ്തകങ്ങൾ വായിച്ചിട്ടായിരിക്കുമെന്നാണ് അമ്മ ആദ്യമൊക്കെ കരുതിയിരുന്നത്. പക്ഷെ ഞാൻ അത്തരം പുസ്തകങ്ങൾ കണ്ടിട്ടുകൂടിയില്ല. ഡോക്ടർ, ഈയിടെയായിട്ട് എനിക്ക് എപ്പോഴും ഛർദ്ദിക്കണമെന്ന് തോന്നുന്നു. അടിവയറ്റിൽ നല്ല കനം പോലെ എന്തോ. ഭക്ഷണത്തോട് വല്ലാത്ത വിരക്തി. കോളേജിലെ അടുത്ത കൂട്ടുകാരികളോട് ഇതൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഗർഭത്തിന്റെ ആദ്യ ലക്ഷണമാണെന്ന് വല്ലാതെ പരിഹസിക്കുന്നു. ഇനി കാര്യം അതാണോ ഡോക്ടർ? വിടർന്ന കണ്ണുകളിൽ ഭീതിയോടെ അവൾ ചോദിച്ചു. ചോദ്യം കേട്ട് തനിക്ക് ചിരിക്കാൻ തോന്നിയെങ്കിലും മീരയുടെ നിഷ്കളങ്ക മുഖം കണ്ട് ചിരി അടക്കി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പതിയെ പതിയെ മീരയുടെ സാമീപ്യം ഞാൻ കൊതിച്ചു തുടങ്ങി. കാണാത്ത ദിവസങ്ങളിൽ എന്തോ വല്ലാത്ത അസ്വസ്ഥത. ഒരു ദിവസം രാത്രി മീരയുടെ അമ്മ തൻ്റെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. അമ്മയുടെ വിളിയിൽ വല്ലാത്ത പരിഭ്രാന്തി. വീട് വരെ വേഗം എത്തണം എന്നായിരുന്നു അവരുടെ അപേക്ഷ. അവർ അയച്ച കാറിൽ വീട്ടിൽ ചെന്നപ്പോൾ ശീതീകരണ യന്ത്രം ഘടിപ്പിച്ച മുറിയിലെ നല്ല തണുപ്പിലും മീര ആകെ വിയർത്തു കുളിച്ചിരുന്നു. വയറിനുള്ളിലെ അസഹ്യമായ വേദനയിൽ അവൾ പൊളയുകയായിരുന്നു. പാവം. അമ്മ ഒരു രഹസ്യം പോലെ പറഞ്ഞു, വേദന തുടങ്ങിയിട്ട് ഒരു ദിവസമായി. പ്രസവ വേദന പോലെ ഇടവിട്ട്. ഡോക്ടർ പണിക്കരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അദ്ദേഹം യാത്രയിലാണ്. അതുകൊണ്ടാണ് ഡോക്ടർ വിനുവിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചത്. ഇവൾക്കിത് എന്ത് പറ്റിയതാണോ? സെഡറ്റീവ് കൊടുത്താലോ എന്ന് ചിന്തിച്ചു. ഡ്രൈവറെ വിട്ട് മോർഫിൻ ഇഞ്ചക്ഷൻ വാങ്ങി കുത്തിവെച്ചു. അർത്ഥ അബോധാവസ്ഥയിലും മീര വേദന സഹിക്കാനാവാതെ ഞെരിപിരി കൊള്ളുകയായിരുന്നു. വേദന ശാരീരികമല്ലെന്ന് പരിശോധിച്ച് തീർച്ചപ്പെടുത്തി. പക്ഷെ വേദനയുടെ തീവ്രത രോഗി അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തവും. നേരെ പുലരും വരെ കൂടെയിരുന്നു. 2 ദിവസമായിട്ട് മീര മിണ്ടാൻ പോലും കൂട്ടാക്കാതെ പിന്നീട് അകന്നു നിന്നു. വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യത്തിലും. പിന്നീട് കണ്ടപ്പോൾ അവർ കരഞ്ഞു. എനിക്ക് എന്താണ് ഇങ്ങനെ? മീര ചോദിച്ചു. ശാരീരിക അസുഖമാണെങ്കിൽ അതിന് മരുന്നില്ലേ? മാനസിക അസുഖമാണെങ്കിലും അതുപോലെ മരുന്ന് കാണില്ലേ? എവിടെയെങ്കിലും എന്നെ ഒന്ന് മയക്കി കിടത്തി തരാമോ? എനിക്ക് വയ്യ ഇതിങ്ങനെ സഹിക്കാൻ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എത്ര നാളിങ്ങനെ ഞാൻ ജീവിക്കും? എൻ്റെ ഭാവി എന്താവും? എത്ര നാളിനി ഇത് ഞാൻ സഹിക്കണം? അന്ന് അവൾ ഡോക്ടർ പണിക്കരും ഞാനും ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പോലും പറഞ്ഞു. തേങ്ങിക്കൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യുമെന്നും അതാണ് ഇതിലും ഭേദമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ കൈകൾ കൊണ്ട് അവളെ പതുക്കെ അടുത്തേക്ക് ഒതുക്കി നിർത്തി. എന്നിട്ട് വലത് കൈ കൊണ്ട് അവളുടെ കണ്ണുകളിലെ ഈറൻ തുള്ളികൾ ഒപ്പിയെടുത്ത് ആശ്വസിപ്പിച്ചു. ഒന്നും ആലോചിക്കാതെ അവളും സാന്ത്വനത്തിനായി ചേർന്ന് നിന്നു. അന്ന് ആ രാത്രി മീര അനുഭവിച്ച എല്ലാ യാതനകളും പണിക്കർ സാർ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും വാശിയായി. മീരയുടെ അസുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ഈ പ്രൊഫഷൻ നിർത്തുമെന്ന് പോലും അദ്ദേഹം വീമ്പിളക്കി. പിന്നീട് മാസങ്ങളോളം മീരയുടെ കേസിന്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമായിരുന്നു. ഹിപ്നോട്ടിസം, സ്കാനിംഗ്, ലാബ് ടെസ്റ്റുകൾ എല്ലാം നോർമൽ. ശാരീരിക പരിശോധനയും ഗൈനക്കോളജി പരിശോധനയും നടന്നു.
മീരയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. അവൾ ഇപ്പോഴും കന്യക തന്നെയാണ്. മീരയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ച നാളുകളായിരുന്നു അവ. നാഷണൽ ഹോസ്പിറ്റലിലായിരുന്നു അവളുടെ ജനനം. പ്രസവിക്കുമ്പോൾ പരിചരിച്ചിരുന്നത് ഏതോ ഡോക്ടർ ശശികുമാർ. മീരയുടെ അമ്മയുടെ ആദ്യത്തെയും അവസാനത്തെയുമായ പ്രസവമായിരുന്നു അത്. അമ്മയും കുഞ്ഞിനെയും കൊണ്ട് 3-ാം മാസം പിതാവ് ഗൾഫിലേക്ക് വിമാനം കയറി. മീര 10 വരെ അവിടെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അമ്മയ്ക്കും അച്ഛനും ഏക മകളുടെ നിമിഷങ്ങളിലായിരുന്നു എല്ലാ ശ്രദ്ധയും കരുതലും. സ്നേഹത്തിൻ്റെ നിറകുംഭങ്ങളായിരുന്നു അവർ രണ്ടാളും. ബാല്യത്തിൽ നിസ്സാര രോഗങ്ങൾ പോലും വളരെ അപൂർവമായേ വന്നിട്ടുള്ളൂ. എങ്കിലും ശാരീരിക വേദനകൾ ഏറ്റതുപോലെ പിടഞ്ഞ് കരയുക പതിവായിരുന്നു. അതിനുശേഷം ചിലപ്പോൾ പനിയും. 10-ാം വയസ്സിൽ മൈൽഡ് ചിക്കൻ പോക്സ് പിടിപെട്ടു. പക്ഷെ അതും ഗൗരവമാകാതെ പെട്ടെന്നങ്ങ് ഭേദപ്പെട്ടു. അതിബുദ്ധിമതി, പഠിക്കാൻ മിടുക്കി, ദയ, സ്നേഹം, അനുകമ്പ എന്നിവ കൂടുതൽ. മൃഗങ്ങളോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. ആരും വേദനിക്കുന്നത് സഹിക്കില്ല. തീവ്രമായ വെറുപ്പ് സ്വന്തം ശാരീരിക വേദനയോട് മാത്രം. കാരണമറിയാത്ത ലൈംഗിക ക്രൂരത അനുഭവിക്കേണ്ടി വരുന്നതിൽ മീര വല്ലാത്ത ദുഃഖിതയായിരുന്നു. മാസങ്ങൾ നീണ്ടുനിന്ന പഠനത്തിന് ശേഷം ഡോക്ടർ പണിക്കർ പ്രഖ്യാപിച്ചു, ഈ കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഷീസ് എ പെർഫെക്റ്റ്ലി നോർമൽ ആൻഡ് ഹെൽത്തി ഗേൾ, ഫിസിക്കലി ആൻഡ് മെന്റലി. ഇത് കേട്ടപ്പോൾ മീര പൊട്ടിത്തെറിച്ചു. ലോകത്തിലെ എല്ലാം പഠിച്ച വലിയ സൈക്യാട്രിസ്റ്റ്, ഉച്ചവും നീരസവും കലർത്തി മീര പറഞ്ഞു. ഒരു ചുക്കും ചെയ്യാൻ അറിയില്ല. ഇതാണ് താങ്കളുടെ കണ്ടുപിടുത്തം? വളരെ പണിപ്പെട്ട് മീരയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ പണിക്കർ സാർ വീണ്ടും പറഞ്ഞു, ഇനി ഒരു ട്രീറ്റ്മെന്റേ ബാക്കിയുള്ളൂ, അത് കല്യാണമാണ്. പുറത്തു വന്നപ്പോൾ മീര ദേഷ്യം മുഴുവൻ തന്നോട് തീർത്തു. ഞാൻ 4-ാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലെന്നായിരുന്നു എന്നാണോ കിഴവൻ പറയുന്നത്? മതി, എനിക്കിനി ഒന്നിലും വിശ്വാസമില്ല. ഈ ശാസ്ത്രത്തെ പോലും എനിക്ക് വിശ്വാസമില്ല. നിങ്ങളെ ഗുഡ് ബൈ. മീര ഗുഡ് ബൈ പറഞ്ഞെങ്കിലും എനിക്ക് അവളോട് അത് പറയാനാവുമായിരുന്നില്ല. ഞാൻ അത്രയ്ക്ക് അവളോട് അടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൾക്കും ഞാനില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നീട് പലതും അവൾ തുറന്നു പറഞ്ഞു, ഒരു മടിയുമില്ലാതെ. ലൈംഗിക അനുഭവങ്ങളിൽ വേദന മാത്രമല്ല, ചില നേരങ്ങളിൽ ഉത്തേജനവും ഗതിമൂർച്ചയും ഒക്കെ വരുമായിരുന്നു. അതവൾ ആസ്വദിച്ചിരുന്നു അത്രേ. പ്രസവവേദന പോലെ അനുഭവിച്ച ശേഷം സ്തനങ്ങളിൽ വേദനയുണ്ടായിരുന്നു. അവയ്ക്കുള്ളിൽ എന്തോ കെട്ടിക്കിടക്കുന്നത് പോലെ. ആദ്യമൊക്കെ പരിഭ്രാന്തി തോന്നിയെങ്കിലും അത് ശീലമായപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു. വേദന കൂടുമ്പോൾ മരിച്ചാൽ മതിയെന്ന് തോന്നാറുണ്ട്. എനിക്കതിനിടയിൽ 4-5 അബോർഷൻ കൂടി നടന്നു കേട്ടോ വിനു. ഡോക്ടർ എന്ന സംബോധന മാറ്റി അവൾ പേര് വിളിക്കാൻ തുടങ്ങിയത് എന്നാണെന്ന് വ്യക്തമായ ഓർമ്മയില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് നടുവിൽ ഞാൻ എത്ര നാൾ ജീവിക്കും? ഒരു ജീവിത പങ്കാളിയോടൊപ്പം എങ്ങനെ കഴിയാൻ സാധിക്കും? എങ്ങനെ ഒരു ആണിനെ സ്നേഹിക്കാൻ കഴിയും? ഒരു സാധാരണ കുടുംബജീവിതം എന്നെ കൊണ്ടാവുമോ? എല്ലാവരോടും എനിക്ക് ചിലപ്പോൾ വെറുപ്പാണ്. എന്നെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ സാധിക്കുമോ വിനു? ഈ ചോദ്യങ്ങൾ അവൾ ചോദിക്കുമ്പോൾ തന്നെ അപഗ്രഥിക്കുകയാണെന്ന് മനസ്സിലാകാഞ്ഞിട്ടല്ല. എങ്കിലും മറുപടി പറഞ്ഞു, മീരെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ശ്രമിച്ചാൽ നിനക്കും അതുപോലെ തിരികെ സ്നേഹിക്കാൻ സാധിക്കും. ശ്രമിക്കണ്ട, അല്ലാതെ തന്നെ വിനുവിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അവൾ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. മെഡിക്കൽ പഠനമൊക്കെ പൂർത്തിയാക്കി ജോലി നേടി അവളുടെ നാട്ടിൽ നിന്ന് 300 കാതം മാത്രം അകലെയുള്ള ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയിട്ടും മീരയുടെ പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നു. 6 വർഷത്തെ പരിചയവും സ്നേഹവും അനുരാഗത്തിൻ്റെ വിശിഷ്ട വഴിത്തിരിവിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളെ രണ്ടാളെയും. ഇതിനിടയിൽ അവളുടെ രോഗത്തിൻ്റെ അന്വേഷണവും പഠനവും ഒക്കെ അവൾ തന്നെ സ്വയം ഏറ്റെടുത്തിരുന്നു. നിരവധി മെഡിക്കൽ സൈക്കോളജി പുസ്തകങ്ങൾ മീര വായിച്ചു കൂട്ടി. എപ്പോഴും ഫോണിലൂടെ സംശയങ്ങൾ ആരായും. ഒരു ദിവസം വളരെ ആഹ്ലാദവതിയായി വിചിത്രമായ ഒരു തത്വവുമായി അവൾ എൻ്റെ അടുത്ത് വന്നു. അവിശ്വസനീയത നിറഞ്ഞ ഒരു തത്വം. വിനു, എൻ്റെ പ്രശ്നങ്ങൾക്കൊരു ഉത്തരം കിട്ടി. ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടായിക്കൂടെ? കേൾക്കൂ. വളരെ ആലോചിച്ച ശേഷം പറയുകയാണ് കേട്ടോ. അതായത് ഇരട്ടകൾക്ക്, പ്രത്യേകിച്ച് ഐഡന്റിക്കൽ ട്വിൻസിന് ടെലിപ്പതിക് എംപതി എന്ന
എന്തോ ഒന്നുണ്ടത്രേ. ഒരാളുടെ അനുഭവങ്ങൾ മറ്റേയാൾക്കും അതേപോലെ അനുഭവിക്കാൻ പറ്റുമത്രേ. ഒരാൾക്ക് ശാരീരികമായി ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഇരട്ടകളിലെ ഒറ്റയ്ക്ക് മാനസികമായോ ശാരീരികമായോ ഒക്കെ തോന്നാം. പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനും ഏതെങ്കിലും ഇരട്ടയിലെ ഒരു ഒറ്റയായിരിക്കുമോ? എന്റെ ഇരട്ട സഹോദരി അനുഭവിച്ച ദുരിതങ്ങളും വേദനകളും ആയിരിക്കുമോ ഞാൻ ഇത്രനാൾ അനുഭവിച്ചത്? ഈ സംശയം തോന്നിയ ശേഷം ഞാൻ എന്റെ സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചു. എപ്പോഴും ചോദ്യങ്ങളാണ് എന്റെ മനസ്സിൽ. എനിക്ക് മറ്റു ചില വിവരങ്ങൾ കൂടെ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് വെളുത്തതാണ് അല്ലേ? അവരുടെ കുടുംബത്തിൽ ആരും കറുത്തവരില്ല. എന്നിട്ടും എന്റെ നിറം കണ്ടോ, ഈ ഇളം കറുപ്പ്. പണ്ട് ഞാൻ ഇതേപ്പറ്റി അമ്മയോട് ചോദിച്ചപ്പോ എന്താന്നോ പറഞ്ഞത്, എന്നെ വയറ്റിൽ ചുമക്കുമ്പോൾ അവർ സൂര്യഗ്രഹണം ദർശിച്ചു എന്ന്, അതുകൊണ്ടാണ് ഞാൻ കറുത്തുപോയതെന്ന്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? ഐ തിങ്ക് ഷീ വാസ് ലൈയിങ്. അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തോ മറച്ചു വെക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ദത്തെടുക്കപ്പെട്ട മകളാണെന്ന്. എനിക്കത് കണ്ടുപിടിക്കണം വിനു. നിനക്കെന്നെ സഹായിച്ചൂടെ? അവളുടെ വാചാലതയിൽ ഞാൻ സ്തബ്ധനായി ഇരുന്നു പോയി. അവളെ തുറച്ചു നോക്കിക്കൊണ്ട് മൂകനായി ഇരിക്കാനേ എനിക്കായുള്ളൂ. എന്ത് വിട്ടിത്തമാണ് ഇവൾ പറയുന്നത്? എത്ര വിചിത്രമായ തിയറി! മെഡിക്കൽ സയൻസിന്റെ ഒരു റെഫറൻസ് ഗ്രന്ഥത്തിലും ഇതൊരിടത്തും വായിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. മീര, എവിടെ നിന്നോ നിനക്ക് വീണ് കിട്ടിയ വികലമായ ഒരു കഥയാണിത്. ഈ തിയറിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത്തരം ഒരു കാര്യം ആരും കണ്ടുപിടിച്ചിട്ടുമില്ല. ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. അവളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. സ്വന്തം ശരീരത്തിലേക്കുന്ന വേദന മാത്രമേ ഒരാളുടെ മനസ്സിൽ തോന്നാറുള്ളൂ. മറ്റുള്ളവർ, അതായത് ഇരട്ടപ്പെട്ട സഹോദരിയാണെങ്കിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. അവൾക്ക് മറുവാദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. മുജ്ജന്മത്തിലെ അനുഭവങ്ങൾ പലർക്കും ഓർമ്മ വരാറുണ്ടല്ലോ. സ്കിസോഫ്രീനിയ, ഡീജാവു, വൂഡോയിസം തുടങ്ങിയ മനഃശാസ്ത്രജ്ഞപരമായ വിഷയത്തെക്കുറിച്ച് മീര തോരാതെ സംസാരിച്ചു, ഒരു ഉന്മാദിനിയെ പോലെ. നീണ്ട മണിക്കൂറുകളുടെ സംവാദത്തിന് ശേഷം സംശയം വിശ്വാസമാക്കി അവൾ മടങ്ങി. പടി ഇറങ്ങും മുമ്പ് വാശിയോടെ പറഞ്ഞു, ഞാൻ ഇരട്ടയിലെ ഒറ്റയാണെങ്കിൽ അവളെ കണ്ടെത്തും, ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും. അതിനായി എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച വാർഡിൽ രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ അവളെ തടയാൻ ശ്രമിച്ച ഗാർഡിനെ തട്ടിമാറ്റി മീര ഓടി കിതച്ചു വന്ന് തന്നെ ആവേശത്തോടെ കെട്ടിപ്പിടിച്ചു. മീര എന്റെ ഭാവി വധുവാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു ചെറിയ ചുമലോടെ ഞാൻ ജൂനിയർ ഡോക്ടറെ ജോലി ഏൽപ്പിച്ച് മീരയുമായി മുറിയിലേക്ക് പോയി. അവളുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മാനസിക നില തെറ്റിയിട്ടുണ്ടോ എന്ന് വരെ ഞാൻ ആദ്യമായി സംശയിച്ചു. എന്നാൽ വലിയ കണ്ടുപിടുത്തത്തിന്റെ ത്രില്ലിലായിരുന്നു മീര. മൗനം പൂണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച ശേഷം അവൾ തുടർന്നു, വിനു, എല്ലാം ഞാൻ കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു ബിസിനസ് ആവശ്യത്തിനായി അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. ഇന്നലെ മടങ്ങി. അടുത്ത വരവ് നമ്മുടെ വിവാഹത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനെ സ്നേഹം കൊണ്ട് മയക്കാൻ എനിക്കാവും. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. ഞാൻ ഏറെ നിർബന്ധിച്ച ശേഷം ഒടുവിൽ അച്ഛന് സമ്മതിക്കേണ്ടി വന്നു ഞാൻ അവരുടെ ദത്തുപുത്രിയാണെന്ന്. പക്ഷെ എന്നെ കൊണ്ടൊരു പ്രോമിസ് അച്ഛൻ ചെയ്യിച്ചിട്ടുണ്ട്, ഇതൊരിക്കലും അമ്മ അറിയരുതെന്ന്. അവർക്ക് ഈ കാര്യം അറിയില്ലാത്രേ. വളരെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷം അമ്മ പ്രസവിച്ച കുട്ടി ചാപിളയായി പോയി അത്രേ. ഡോക്ടർ ശശികുമാറാണ് അപ്പോൾ എന്നെ വിലയ്ക്ക് വാങ്ങി അവർക്ക് സമ്മാനിച്ചത്. എനിക്ക് എന്ത് വില കൊടുത്തു എന്ന എൻ്റെ ചോദ്യത്തിന്, ഞങ്ങളുടെ ജീവന്റെ വിലയാണ് നിനക്ക് വേണ്ടി ഞാൻ നൽകിയതെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈറനണിഞ്ഞ മീരയുടെ കണ്ണുനീർ അവർ സ്വയം തുടച്ചു. വിനു, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂടുതൽ സ്നേഹിക്കുന്നു, കൂടുതൽ കൂടുതൽ. ഒരു മകൾക്ക് ലഭിക്കാവുന്ന പരമാവധി സ്നേഹമാണ് അവർ എനിക്ക് നൽകുന്നത്. ഐ ലവ് ദം സോ മച്ച് ആൻഡ് ഐ ലവ് യു ടു. എനിക്കറിയാം വിനു എന്നോടിപ്പോൾ സ്നേഹം ഒരുപാട് കൂടിക്കാണുമെന്ന്. പിന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ ഡോക്ടർ ശശികുമാറിനെ പോയി കണ്ടു കേട്ടോ. അയാൾക്ക് ഇപ്പോഴും കാശിയോട് വല്ലാത്ത ആർത്തിയുണ്ട്. ഞാൻ 50,000 രൂപ കൺമുമ്പിൽ വെച്ചപ്പോൾ അയാൾ നടന്നത് മുഴുവൻ ഒരു തിരക്കഥ പോലെ എന്നോട് വിവരിച്ചു. എൻ്റെ വിലയായിട്ട് അയാൾക്ക് 1,00,000 രൂപയാണ് അച്ഛൻ കൊടുത്തത്. അതിൽ 10,000 എന്നെ പ്രസവിച്ച സ്ത്രീക്ക് കൊടുത്തത്രേ. എന്നെ പ്രസവിച്ചത് മറ്റൊരു കുട്ടിക്കൊപ്പമായിരുന്നുവെന്നും ഞാൻ ആ ഇരട്ടയിൽ ഒറ്റയായിരുന്നുവെന്നും അതോടെ വ്യക്തമായി.
അതുകൊണ്ടാണ് ഒന്നിനെ വിൽക്കാൻ ആ സ്ത്രീ തയ്യാറായത് തന്നെ. ആ സ്ത്രീയെക്കുറിച്ച് ശശികുമാറിന് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ ആ ഭർത്താവിന്റെ പേരെന്തോ രാംദാസ് എന്നോ മറ്റോ പറഞ്ഞു. അയാളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും ഒക്കെയാണ് ശശികുമാർ സംശയം പറഞ്ഞത്. ഞാൻ നടുക്കത്തോടെ എല്ലാം കേട്ടിരുന്നു. മീര തുടർന്നു. ഞാൻ രാംദാസിനെ പിന്നീട് കണ്ടുപിടിച്ചു. ആരാണ് സൃഷ്ടാവെന്ന് അറിയണ്ടേ? അയാളൊരു വെറും സാധാരണക്കാരനായിരുന്നു, ഒരു പ്രത്യേകതയുമില്ലാതെ. രാഷ്ട്രീയമൊന്നുമില്ല ഇപ്പോൾ, വെറും ഒരു കൂലിവേലക്കാരൻ. ആ സ്ത്രീയുടെ പേര് സരോജിനി എന്നായിരുന്നു. അവർ 8 വർഷം മുമ്പ് മരിച്ചു. ആ സ്ത്രീ രാംദാസിന്റെ യഥാർത്ഥ ഭാര്യയായിരുന്നില്ല, പലർക്കൊപ്പം പണത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ. അവരിൽ ഒരാൾ മാത്രമായിരുന്നു രാംദാസ്. രതിസുഖത്തിന് വേണ്ടി പണം നൽകി കിടക്കറയിലേക്ക് അമ്മയെ വിളിച്ചവരാരെങ്കിലും ആയിരിക്കാം എൻ്റെ യഥാർത്ഥ പിതൃത്വത്തിന്റെ അവകാശി. ഇത് പറഞ്ഞപ്പോഴേക്കും മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സ്വന്തം തൂവാല എടുത്ത് അവളുടെ മിഴികൾ തുടച്ചു കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുവാൻ ഞാൻ പറഞ്ഞു. മീര, ഇത് അന്വേഷിക്കാൻ ഞാനും നിന്നോടൊപ്പം വരുമായിരുന്നല്ലോ. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇതൊക്കെ? അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാനല്ലേ എല്ലാം അനുഭവിച്ചത്, ഞാൻ തന്നെ കണ്ടെത്തണം. തീർന്നില്ല മീനു, കേൾക്കൂ. സരോജിനി നൊന്ത് പ്രസവിച്ച ഇരട്ടകളിലെ അജ്ഞാതയായ ഒറ്റയും ഞാൻ കണ്ടെത്തി. വിശ്വസിക്കാനാകുന്നില്ല. അതുകൂടി പറയാനാണ് ഞാൻ ഓടിക്കതച്ചിന്ന് വന്നത്, അറിയാമോ? അവൾ ഇവിടെയുണ്ട്, ഈ ആശുപത്രിയിൽ. വിനുവിന് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവാനുഗ്രഹം പോലെ, ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലം പോലെ ഇപ്പോൾ അവൾ നമ്മുടെ കൺമുന്നിൽ. ജനിച്ചപ്പോൾ മുതൽ ഹൃദയവൈകല്യവും ഭീകരമായ മറ്റു പല രോഗങ്ങളുമായി ദുഷിച്ചു നാറി അവൾ ഈ ആശുപത്രിയിൽ തന്നെ കിടക്കുന്നു. എൻ്റെ ഒരു ഭാഗം. നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യണം വിനു, ചെയ്തേ പറ്റൂ. ഇവിടെയോ? ഈ ആശുപത്രിയിൽ? എന്താണ് ഇവൾ പറയുന്നത്? വിശ്വസിക്കാനാവുന്നില്ല. നമുക്ക് ആലോചിക്കാം മീര, നീ ഇപ്പൊ പോകൂ, ഞാൻ പറഞ്ഞു. വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കിയ ശേഷമാണ് അവൾ അവിടെ നിന്ന് പോയത്. അവൾ പറഞ്ഞതെല്ലാം കേട്ട് വിശകലനം ചെയ്ത് കനം തൂങ്ങിയ മനസ്സുമായി മീര പറഞ്ഞ യുവതിയെ തേടി ആ വാർഡിൽ പോയി കണ്ടു. വിമല, 26 വയസ്സ്. മീരയ്ക്ക് 22 വയസ്സുള്ളപ്പോൾ വിമലയ്ക്ക് 26 വയസ്സോ? എന്താണ് ഈ പ്രായ വ്യത്യാസം? ഇരട്ടകളാകാൻ സാധിക്കാത്ത വേർതിരിവ് പ്രായത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇതും മീരയുടെ ഭാവനയാണോ? കാണാനും ഒട്ടും സാമ്യമില്ല. ഹൃദ്രോഗത്തിന് തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത് അവൾ. ഇടയ്ക്കിടെ ഡിസ്ചാർജ് ആകും, പിന്നെ വീണ്ടും വന്ന് അഡ്മിറ്റ് ആകും. ആ വാർഡിൽ താൻ പോകേണ്ടതില്ലെങ്കിലും അവൾ അവിടെ ഉള്ളപ്പോൾ കൂടെ കൂടെ പോയി സന്ദർശിക്കണമെന്ന് തോന്നാൻ തുടങ്ങി. കൂടുതൽ താല്പര്യമെടുത്ത് അവളുടെ അസുഖത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. വിമലയുടെ കൂടുതൽ ബയോഡേറ്റ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ പ്രായം അവൾക്ക് തന്നെ കൃത്യമായി അറിയില്ല. ചിലപ്പോൾ പ്രായം കൂട്ടിപ്പറഞ്ഞതുമായിരിക്കാം. ഏകദേശം 12 വയസ്സുള്ളപ്പോൾ അമ്മ തന്നെയാണ് 2 പുരുഷന്മാർക്ക് മകളെ ആദ്യമായി കാഴ്ചവെച്ചത്. കുട്ടിക്കാലം മുതൽ അമ്മ അവളെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. പിതാവെന്ന് സംശയിക്കുന്ന രാംദാസും വിമലയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടത്രേ പലവട്ടം. ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത പ്രായത്തിൽ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ മകനോട് വിമലയ്ക്ക് കടുത്ത വിരോധമാണ്. അവന്റെ പിതൃത്വം ഇപ്പോഴും അജ്ഞാതം. 3ാം കിട പിമ്പായ ഒരു വൃദ്ധയുടെ കൂടാണ് താമസം. വിമലയുമായി സംസാരിക്കുമ്പോൾ മീരയോട് സംസാരിക്കുന്നത് പോലെ തോന്നാൻ തുടങ്ങി. കാണാൻ ഏറെ വ്യത്യാസമുണ്ടെങ്കിലും എന്തോ ഒരു സാദൃശ്യം എവിടെയോ ഉള്ളതുപോലെയും. ഇനി മീരയുടെ കണ്ടെത്തലുകൾ ശരിയായിരിക്കുമോ? കൂടുതൽ ആലോചിച്ചിട്ടൊന്നും മനസ്സിലാകുന്നതേയില്ല. മീരയ്ക്കുണ്ടാകുന്ന ശാരീരിക അസുഖങ്ങളുടെ കാരണം വിമലയാണോ? ഒന്നും വ്യക്തമാകുന്നില്ല. മീര പിന്നീട് പലതവണ തന്നോട് ഫോണിലൂടെ ഇനിയുള്ള തീരുമാനത്തെക്കുറിച്ച് ആരാഞ്ഞു. വിമലയെ ചികിത്സിച്ച് ഭേദമാക്കി നമുക്കൊരു ജോലി വാങ്ങിക്കൊടുക്കാം, നല്ല ജീവിതത്തിലേക്ക് അവളെ തിരികെ കൊണ്ടുവരാം. ഒട്ടധികം സ്വത്തുള്ള മീരയ്ക്ക് അതിലൊരു ഭാഗം സഹോദരിക്ക് കൊടുത്തൂടെ? ഇനി വിമല പഴയ ജീവിതത്തിലേക്ക് തിരിച്ചയക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എൻ്റെ ഈ നിർദ്ദേശങ്ങളൊന്നും മീരയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല.
പിന്നു അവള് ഹൃദ്രോഗിയാണ്. എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും അവള് വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അവൾ ജീവിച്ചിരുന്നാൽ ആ വേദനകൾ ഞാനും സഹിക്കട്ടെ? അവളെ പോലെ ഞാനും ഇഞ്ചിച്ചായി മരിക്കണം എന്നാണോ പറയുന്നത്? നമുക്കവളെ ഇല്ലാതാക്കാം. അവളുടെ വേദനയിൽ നിന്ന് നമുക്കൊരു മോചനം നൽകാം. അതാണ് നല്ലത്. പ്ലീസ് വിനു, എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വിനുവിനത് സാധിക്കില്ലേ? അവൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഓവർഡോസ്, അത് മതി. വേദനയുടെ ലോകത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട് വേദന ഇല്ലാത്തടത്തേക്ക് പൊക്കോട്ടെ. താൻ വല്ലാതെ പതറിപ്പോയ ഒരവസരമായിരുന്നു അത്. നന്മകൾ മാത്രം നിറഞ്ഞ എൻ്റെ മീരയാണോ ഇത് പറയുന്നത്? ഒരു കൊലപാതകം ഒന്നിനും പരിഹാരമല്ല. അവളുടെ രോഗം നമുക്ക് മാറ്റാൻ സാധിക്കും. അവൾ യാതനകളിൽ നിന്ന് രക്ഷ നേടും. നമുക്കതിനാകും. എല്ലാം ശരിയാക്കാം. എത്ര പറഞ്ഞു നോക്കിയിട്ടും മീരയ്ക്ക് ഒരേ പല്ലവി തന്നെ. എന്നാൽ യഥാർത്ഥ ഭീതി എന്താണെന്ന് പറയാൻ അവൾ വിസമ്മതിച്ചു നിന്നു. ഒന്നേ ഉള്ളൂ, വിമല മരിക്കണം. പലതരത്തിൽ ചിന്തിച്ചു നോക്കി. മീരയ്ക്ക് വേണ്ടി അത് ചെയ്താൽ എക്കാലവും ആ കുറ്റബോധം തന്റെ ജീവിതത്തെ പിന്തുടരും. വിമലയുടെ 6 വയസ്സുള്ള മകനൊരമ്മ വേണ്ടേ? സഹോദരിയുടെ കൊലപാതകം ആവശ്യപ്പെടുവാൻ പാവം മീരയ്ക്ക് എങ്ങനെ കഴിയുന്നു? എന്റെ വാദങ്ങളൊക്കെ മീര തള്ളി. മീരയുടെ എതിർവാദങ്ങൾക്ക് വെറുപ്പിന്റെ ശക്തിയായിരുന്നു. ജീവിതത്തിൽ അനുഭവിച്ച വേദനകളുടെ ശക്തി മുഴുവൻ ആ തീരുമാനത്തിൽ അവൾ സ്വരൂപിച്ചിരുന്നു. ഇനി എന്ത് പറഞ്ഞാണ് വിനുവിനെ ഞാൻ മനസ്സിലാക്കേണ്ടത്? എല്ലാം അറിയാവുന്നതല്ലേ. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവിടാം. അവളുടെ മകനെ എപ്പോഴും സംരക്ഷിക്കാം. പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, അവളുടെ യാതനകളും വേദനകളും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അവളും അനുഭവിക്കുന്നുണ്ടാവില്ലേ? തെളിപ്പതിയിൽ അങ്ങനെ പറയുന്നില്ലേ? അതിനുള്ള യോഗ്യത അവൾ കൊണ്ടോ വിനു? ജീവിതത്തിലേക്ക് അവൾ ആരോഗ്യത്തോടെ മടങ്ങി വന്നാൽ എനിക്ക് വിനുവിനോട് തോന്നുന്ന എന്റെ സ്നേഹ തീവ്രത അത് അവൾക്കും വിനുവിനോട് തോന്നിയാലോ? അവള് വിനുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാലോ? അതെനിക്ക് ഒട്ടും സഹിക്കാനാവില്ല. വിനു അവളെ മരിക്കാൻ അനുവദിക്കൂ. രോഗങ്ങൾ മൂർച്ഛിക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യണം. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പ്ലീസ്. അവളുടെ മരണവേദന കൂടെ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളാം. പ്ലീസ് 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 വിനു. മീരയുടെ കൂടെയുള്ള ഫോൺ വിളികളിൽ അവളുടെ യാചനാസ്വരം ആണ് മുഴച്ചു നിന്നത്. ഞാൻ അതീവ അസ്വസ്ഥനായിരുന്നു. ഓർമ്മകളിൽ നിന്ന് മടങ്ങിയപ്പോൾ പുറത്തെ ഇരുട്ട് പടർന്നു തുടങ്ങി. പിന്നീട് ഇന്നാണ് അവൾ നേരിട്ട് വന്ന ഈ കാര്യം അവസാനമായി യാചിക്കുന്നത്. മീരയോ വിമലയോ, ഇവരിൽ ഒരാളെ ജീവിച്ചിരിക്കാൻ പാടുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. അവസാന തീരുമാനം എന്തെന്ന് അവൾ ആരായുന്നു. നഴ്സിന്റെ മെഡിസിൻ ട്രേയിൽ നിന്ന് എടുത്തു കഴിച്ച പാരസെറ്റമോളിന്റെ ഗുണമോ അതോ പഴയതൊക്കെ ആലോചിച്ചതിന്റെ ആലസ്യമോ? തലവേദന അല്പം കുറഞ്ഞിരുന്നു. വിമലയുടെ അസുഖങ്ങൾ നന്നേ കുറഞ്ഞിരുന്നു. ചില ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനുകളും മറ്റു മരുന്നുകളുമേ ബാക്കിയുള്ളൂ. ഒരു പക്ഷേ നാളെ അവളെ വീണ്ടും ഡിസ്ചാർജ് ചെയ്തേക്കും. ഇപ്രാവശ്യം അവളെ അഡ്മിറ്റ് ചെയ്ത ശേഷം ഇങ്ങോട്ടേക്ക് വന്നിരുന്നേയില്ല. പക്ഷെ ഇനി ഇതുപോലൊരു അവസരം ലഭിച്ചേക്കുകയുമില്ല. പതിയെ അവളുടെ വാർഡിലേക്ക് നടന്നു. ബെഡിൽ കൂനിക്കൂടിയിരുന്ന് മുടി ചീകെട്ടുകയായിരുന്നു അവൾ. തൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ആഹ്ലാദത്തിന്റെ നിറതിരിവെട്ടം. ആ സാറോ? സാറിനെ കുറെ നാളായി കാണാതിരുന്നപ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു, വിമല പറഞ്ഞു. എൻ്റെ ജീവൻ തിരിച്ചു തന്ന ദൈവമാണ് സാർ. സാറിന്റെ താമസ സ്ഥലം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നു, തീർച്ച. ഞാൻ എന്താണ് സാറിന് പകരം ചെയ്തു തരേണ്ടത്? എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. വീട്ടുജോലി എനിക്ക് വലുതായിട്ട് അറിയില്ല, പക്ഷെ സാറിന് വേണ്ടി ഞാൻ അത് പഠിക്കും. എന്തായാലും ഞാൻ പഴയ പണിക്കിനി പോവില്ല, കാരണം എനിക്ക് സാറിന് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവുമാണ്. വിമല മീരയേക്കാൾ വാചാലയായി. എന്താണിത്? ചിന്തകൾ കാട് കയറി. വിമലയും മാറുകയാണോ? മീര പറഞ്ഞതുപോലെ അവൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ? വിമല തുടർന്നു. സാറ് വിഷമിക്കണ്ട. സാറിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലിയും ഇനി ചെയ്യേണ്ടി വരില്ല. കുട്ടികളെയൊക്കെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം.
ദയവായി സാർ എന്നെ അതിന് അനുവദിക്കണം. ഇനിയും ഞാൻ ആ കിളവിയുടെ കൂടെ പോയി താമസിച്ചാൽ അവരെന്നെ വീണ്ടും വിൽക്കും. ചുറ്റുവട്ടങ്ങളിലെ ആണുങ്ങൾ കൂടത്തോടെ ഇനിയും വരും. എനിക്ക് പിടിച്ചു നിൽക്കാനൊന്നും ആവില്ല. എനിക്കിനി കുറച്ചു കാലം മാത്രമല്ലേ ജീവിതമുള്ളൂ സാർ. അതെനിക്കറിയാം. അസുഖങ്ങൾ അത്രയ്ക്കുണ്ട്. അതുവരെയെങ്കിലും ഞാൻ സാറിൻ്റെ കൂടെ നിൽക്കും. ദൈവത്തെ ഓർത്ത് സാർ അത് സമ്മതിക്കണം. എന്നും എനിക്കൊരു നോക്കെങ്കിലും കാണാമല്ലോ. അപ്പോഴേക്കും നേഴ്സ് കിടക്കയ്ക്കരികിലെത്തി. ഞാൻ വെറുതെ കേസ് ഷീറ്റ് മറിച്ച് നോക്കി. 1-2 ഇഞ്ചക്ഷൻ കൂടി ബാക്കിയുണ്ട്. മരവിപ്പോടെ തിരികെ ഡ്യൂട്ടി റൂമിലേക്ക് മടങ്ങി. മനസ്സാകെ പ്രക്ഷുബ്ധമായിരുന്നു. എങ്കിലും നിശ്ചയിച്ചത് ദൃഢമായി തോന്നി. മീരയെ വേണ്ടെന്ന് വെക്കാനാകില്ല. അത്രയ്ക്ക് സ്നേഹമാണ് അവളോട്. സ്റ്റെറിലൈസറിൽ നിന്നും ഇഞ്ചക്ഷൻ സിറിഞ്ചെടുത്ത് മെഡിസിൻ ഷെൽഫിൽ നിന്നും സോഡിയം പെന്റത്തോൾ എന്ന മാരക മരുന്ന് സിറിഞ്ചിലേക്ക് നിറയ്ക്കുമ്പോൾ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും മടിച്ചില്ല. ഇത് ചെയ്തേ പറ്റൂ. വിമല എന്തായാലും അസുഖങ്ങൾക്ക് കീഴടങ്ങി താമസിയാതെ മരണപ്പെടും. അവളുടെ ബെഡിലേക്ക് മെല്ലെ വീണ്ടും നടന്നു. ഭിത്തിയിൽ ചാരി എന്തോ ഓർത്തു നിൽക്കുകയാണവൾ. മറ്റു രോഗികൾ അർത്ഥമയക്കത്തിലും. വീണ്ടും കണ്ടപ്പോൾ ആ മിഴികളിൽ ആഹ്ലാദ തിളക്കം. ചുണ്ടുകൾ വിടർന്നു. അപ്പോഴേക്കും തൻ്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹവും സഹതാപവും ശമിച്ചിരുന്നു. എന്തൊരു വല്ലാത്ത നിൽപ്പാണത്! ഒരുതരം ആഭാസത്തോടെ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന വേശ്യ. അവളോട് വല്ലാത്ത വെറുപ്പാണ് പെട്ടെന്ന് തോന്നിയത്. ആ കണ്ണുകളിൽ ആർത്തി കണ്ടില്ലേ? ഇല്ല, ഇവൾ ഇനി സമൂഹത്തിന് വേണ്ട. ഇവൾ നശിക്കണം. സമൂഹത്തെ കാർന്നു തിന്നുന്ന പല മാരക രോഗങ്ങൾക്കും ഹേതുവാണിവൾ. ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വിമല പറഞ്ഞു, സിസ്റ്റർ ഇപ്പോൾ എടുത്തിട്ട് പോയല്ലോ. എങ്കിലും പുഞ്ചിരിയോടെ കിടക്കയിലിരുന്ന് കൈ നീട്ടി. കയ്യിലെ രക്തവാഹിനി കുഴലുകൾ പരതിയപ്പോൾ അവൾ കിടക്കയിലേക്ക് മറിഞ്ഞു. കാമാർത്തി പൂണ്ട ഒരു മദാലസയെ പോലെ കിടന്നുകൊണ്ട് അവൾ അർത്ഥനിമീലിത മിഴികളാൽ തന്നെ ഒഴിഞ്ഞു. എന്തോ തേടുന്നത് പോലെ. ഇണയുടെ ലയനം അവൾ കൊതിക്കുന്നുണ്ടായിരുന്നു എന്ന് വ്യക്തം. നിശ്ചയദാർഢ്യത്തോടെ സിറിഞ്ചെടുത്ത് മെല്ലെ അവളുടെ കൈകളിലെ ഞരമ്പിൽ കുത്തിയിറക്കി. ഇഞ്ചക്ഷന് ശേഷം നിമിഷങ്ങളോളം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നു. ആ കണ്ണുകൾ മെല്ലെ അടയുന്നു. അപ്പോഴും അത് തൻ്റെ മുഖത്ത് തന്നെ ഉറച്ചിരുന്നു. ചുണ്ടിൽ ദാഹത്തിൻ്റെ പുഞ്ചിരി. ഇനി നോക്കാൻ വയ്യ. ശരീരമാകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു. തിരികെ മുറിയിൽ വന്ന് സിറിഞ്ച് വേസ്റ്റ് ബോക്സിലിട്ടു. കൈകൾ സ്ക്രബ് ചെയ്ത് കഴുകി. ഫാനിൻ്റെ റെഗുലേറ്റർ കൂട്ടി പതുക്കെ കസേരയിലേക്ക് ചാഞ്ഞു. മിഴികൾ പൂട്ടിയപ്പോൾ മനസ്സിൽ ആഴത്തിൽ എന്തോ ഒരു ശാന്തത കൈവന്നതുപോലെ തോന്നി. അധികം വൈകാതെ വിമലയുടെ മരണം എല്ലാവരും അറിയും. താനും ചെന്ന് നോക്കും. സ്വാഭാവികമാണെന്ന് വിധി എഴുതും. കാരണം അവൾക്ക് ഒട്ടനവധി രോഗങ്ങളുണ്ട്, ഹൃദയരോഗം ഉൾപ്പെടെ. ബന്ധുക്കൾ ആരുമില്ലല്ലോ. പോസ്റ്റ്മോർട്ടം മിക്കവാറും വേണ്ടി വരില്ല. അഥവാ അതുണ്ടായാലും ഈ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. ഇല്ല, ഇതാരും അറിയാൻ പോകുന്നില്ല. മനസ്സ് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. താൻ ചെയ്തതൊരു പുണ്യമാണ്. നിത്യയാതനയിൽ നിന്ന് വിമലയെ രക്ഷിച്ചു. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേദന അനുഭവിച്ച മീരയ്ക്ക് മുക്തി നൽകി. ഇനി എനിക്ക് അവളെ ആവോളം സ്നേഹിക്കാം. താൻ നിറവേറ്റിയതൊരു ഡോക്ടറുടെ കടമ മാത്രം. 2 പേർക്ക് ആശ്വാസം ഏകിയ സത്കർമ്മ. പഴുത്തു നാർന്ന ഒരു വ്രണം. ചെറിയ ഒരു ശസ്ത്രക്രിയയിലൂടെ അത് മുറിച്ചു മാറ്റി. ഇനി മാറ്റേണ്ടത് തൻ്റെ മനസ്സിലെ കുറ്റബോധം മാത്രം. അത് മീരയോട് സംസാരിക്കുമ്പോൾ വൈകാതെ മാറും. മീര ഈ വിവരം അറിയുമ്പോൾ എത്ര സന്തോഷിക്കും അവൾ. പെട്ടെന്ന് അവളെ കാണാൻ വല്ലാത്ത കൊതി തോന്നി. ഫോണിലൂടെയല്ല, നേരിൽ ചെന്ന് കണ്ടു പറയണം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു മോളെ. ഇനിയും നിനക്ക് നിത്യശാന്തിയോടെ ജീവിക്കാം. നിത്യശാന്തി? ആ വാക്ക് മനസ്സിൽ വന്നതും വിനു തരിച്ചിരുന്നു പോയി. ഇരട്ടകൾക്കിടയിൽ മീര പറഞ്ഞതുപോലെ ടെലിപ്പതിക് ബന്ധമുണ്ടെങ്കിൽ
എങ്കിൽ ദൈവമേ, വിമല മരിക്കാൻ പാടില്ല. കാരണം മീരയും... ദൈവമേ, ഞാൻ എന്താണ് ചെയ്തത്? പക്ഷെ ഇപ്പോൾ ഇനി എന്ത്? വിറയാർന്ന കൈകളാൽ ഫോൺ തേടവേ കണ്ണിൽ കയറിയ ഇരുട്ടും മനസ്സിനെ മതിച്ച ഭീകരതയും നിശ്ചലതയുടെ അഗാധ ഗർത്തത്തിലേക്ക് ആനയിച്ച് തന്നെ കൊണ്ടുപോവുകയായിരുന്നു.